ദുരന്തർ 2 കഴിഞ്ഞ വർഷം ബോളിവുഡിൻ്റെ ഭാഗ്യമായി മാറിയ ദുരന്തറിൻ്റെ രണ്ടാം ഭാഗം. ഇന്ന് അതിൻ്റെ പ്രിവ്യൂ ഷോസ് ഉണ്ടായിരുന്നു. ആ ഷോ കണ്ടിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ സിനിമയെക്കുറിച്ച് സ്ട്രൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പേഴ്സണലി ഒന്നാം ഭാഗത്തിനേക്കാൾ എന്നെ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്ത രണ്ടാം ഭാഗം എന്നൊറ്റ വാക്കിൽ ഞാൻ ദുരന്തർ 2 ദ റിവെഞ്ചിനെ പറയും. വേറൊന്നുമല്ല, ഒരു പ്രോപ്പർ എൻഡിങ് ദുരന്തർ 2-നുണ്ട്. ദുരന്തർ ഫസ്റ്റിനില്ല. കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്ട് 3.25 മണിക്കൂറോളം ഉണ്ടായിട്ട് ആ പടം രണ്ടാം ഭാഗത്തിലേക്ക് കഥ പറയാൻ പോയത് അന്ന് എനിക്ക് അത്ര ഇഷ്ടമായില്ലെന്ന് നമ്മൾ റിവ്യൂവിൽ പറഞ്ഞിരുന്നു. എന്നാലും ദുരന്തർ ഫസ്റ്റ് മോശമാണെന്നല്ല കേട്ടോ, കിടിലൻ പടമാണ്. പക്ഷേ ദുരന്തർ 2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പ്രോപ്പർ എൻഡിങ് കൂടി ആയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഫേവറേറ്റ് ആയി. മേക്കിങ്ങിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. അത് ആദ്യ ഭാഗത്തിലെ പോലെ തന്നെ മികച്ച മേക്കിംഗ്, നല്ല അടിപൊളി ക്യാരക്ടർ ഇൻട്രൊഡക്ഷന് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സോങ്സ്, പ്രത്യേകിച്ച് 90s ചില ഹിന്ദി സോങ്സും ഇംഗ്ലീഷ് സോങ്സൊക്കെ ഫസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അടിപൊളിയായിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. രൺവീർ സിംഗ് ഒന്നാം ഭാഗത്തിനെ അപേക്ഷിച്ച് ഇതിനകത്ത് കുറച്ചും കൂടി ഒരു ഹീറോയിസം രൺവീർ സിംഗിന് കൊണ്ടുവരാൻ ഈ ദുരന്തർ 2-ന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ അർജുൻ രാംപാൽ, മാധവൻ തുടങ്ങിയവരുടെയൊക്കെ സ്ക്രീൻ സ്പേസ് കൂടിയിട്ടുണ്ട്. പേരെഴുതി കാണിക്കുന്ന ടൈമിൽ അക്ഷയ് ഖന്നയുടെ പേരെഴുതി കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ അക്ഷയ് ഖന്ന ഉണ്ടെന്ന് കരുതി. ചില റൂമേഴ്സും അങ്ങനെ ഉണ്ടായിരുന്നു, അക്ഷയ് ഖന്നയുടെ ഒരു പോപ്പുലാരിറ്റി കാരണം പുള്ളീനെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ പുള്ളിയില്ല. പിന്നെ ഒന്നാം ഭാഗത്തിലെ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ലോകത്ത് നടന്നിട്ടുള്ള ചില ടെററിസ്റ്റ് അറ്റാക്കുകൾ, റിയൽ ലൈഫ് ഇൻസിഡൻറ്റുകളെല്ലാം വളരെ മനോഹരമായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നായികയായിട്ട് വന്ന സാറ സീൻ കുറവായിരുന്നെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇതിൽ ചെയ്യാനുള്ളത്. അത് ആൾ വലിയ തെറ്റില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് രാകേഷ് ബേദി. ഒന്നാം ഭാഗത്തിൽ ആളൊരു ചെറിയ ഹ്യൂമർ ചെയ്യാനാണ് വന്നത് എന്ന് തോന്നിയിരുന്നെങ്കിലും ഇതിൽ പുള്ളി തകർത്തു. പ്രത്യേകിച്ച് പുള്ളിക്ക് കുറച്ച് ഒരു ട്വിസ്റ്റ് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഒന്നാം ഭാഗം പോലെ തന്നെ മസ്റ്റ് തിയേറ്റർ വാച്ച്. എസ്പെഷ്യലി നല്ല ഫൈറ്റ് സീനുകൾ, ബ്ലാസ്റ്റ് സീനുകളൊക്കെ നല്ല ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. തിയേറ്ററിൽ ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ ദുരന്തറിൻ്റെ ഫാനാണെങ്കിൽ എന്തായാലും ഇത് കണ്ടിരിക്കണം. അല്ലെങ്കിൽ പോലും ദുരന്തർ ഒന്നാം ഭാഗം ഒന്ന് കണ്ടിട്ട് പോയി കണ്ടാലും നഷ്ടം വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അടിപൊളി തിയേറ്റർ വാച്ചാണ്. എന്തായാലും രൺവീർ സിംഗിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് ആണ് ദുരന്തർ 2 രൺവീർ സിംഗിൻ്റെയും ബോളിവുഡിൻ്റെയും ഒരു 2000 കോടി ചിത്രമായി മാറുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നാളെ ഷാജി പാപ്പനും പിള്ളേരും വരുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം.